ജമ്മുകശ്മീരിലെ ഹസ്രത് ബാൽ ദർഹാഗിൽ സ്ഥാപിച്ച ശിലാഫലകത്തിലെ അശോക സ്തംഭം തകർത്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. പുതുക്കിപ്പണിത ഹസ്രത് ബാൽ പള്ളിയുടെ ഉദ്ഘാടന ഫലകത്തിലെ ദേശീയ ചിഹ്നമാണ് ഇസ്ലാമിസ്റ്റുകൾ തകർത്തത്. ഇസ്ലാമിസ്റ്റിന്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് എതിരാണെന്ന് ആരോപിച്ചായിരുന്നു ദേശീയ ചിഹ്നത്തിന് നേരെ അതിക്രമമുണ്ടായത്. അക്രമികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ജമ്മു കശ്മീർ വഖഫ് ബോർഡ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, ദേശീയതയുടെ ചിഹ്നങ്ങൾക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. എന്താണ് ഇവിടെ സംഭവിച്ചത്? കൃഷ്ണരാജ്, ജമ്മു കശ്മീരിൽ ഹസ്രത് ബാലിൽ പുതുക്കിപ്പണിഞ്ഞ പള്ളിയുടെ, അതായത് വഖഫ് ബോർഡ് നേതൃത്വം നൽകിക്കൊണ്ട് പുതുക്കിപ്പണിഞ്ഞ ആ പള്ളിയുടെ ശിലാഫലകം സ്ഥാപിച്ചിരുന്നു. അതിൽ ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നം അശോക സ്തംഭവും ആ ഫലകത്തിൽ ഉണ്ടായിരുന്നു. ആ അശോക സ്തംഭത്തിന്, ദേശീയ ചിഹ്നത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകൾ അസഹിഷ്ണുത കാണിച്ചിട്ടുള്ളത്. അതൊരു ഇഷ്ടിക പാറക്കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ആ ദേശീയ ചിഹ്നം ഇടിച്ചു പൊളിച്ച് കളയുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത്. ജമ്മു കശ്മീരിൽ ഹസ്രത് ബാലിൽ വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണികയും അതിനു മുൻപിൽ സ്ഥാപിച്ചിരുന്ന ശിലാഫലകത്തിലുണ്ടായിരുന്ന ദേശീയ ചിഹ്നത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം ഉണ്ടായിട്ടുള്ളത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ജമ്മു കശ്മീരിൽ നിന്ന് തന്നെ ഈ സംഭവത്തിനെതിരെ ഉയരുന്നു എന്നുള്ളതാണ് പുതിയ കശ്മീരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി. അതായത് നേരത്തെ ഇത്തരത്തിൽ ദേശീയ ചിഹ്നമാണെങ്കിലും നമ്മുടെ ത്രിവർണ്ണ പതാക ദേശീയ പതാകയാണെങ്കിലും ഭാരതത്തിൻ്റെ ദേശീയ നിലപാടുകൾക്കെതിരെയും ഭാരതത്തിനെതിരെ പോലും വലിയ അസഹിഷ്ണുതയും അതിക്രമവും നടന്നിരുന്ന ജമ്മു കശ്മീർ ഇന്നൊരു വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ്. അവിടെ ദേശീയതയെ ഉൾക്കൊണ്ടുകൊണ്ട്, ഭാരതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ, താഴ്വരയിലെ ജനങ്ങൾ ഭാരതത്തിനൊപ്പം അണിനിരക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനെന്ന രീതിയിൽ ഹസ്രത് ബാലിൽ പുതുക്കി പണിഞ്ഞിട്ടുള്ള പള്ളിയുടെ മുൻവശമുണ്ടായിരുന്ന വഖഫ് ബോർഡിൻ്റെ ശിലാഫലകം, അതിൽ ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നമായിട്ടുള്ള ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും മതത്തിൻ്റെയോ എല്ലാം ഭാരതത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ചിഹ്നമായിട്ടുള്ള അശോക സ്തംഭം അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇസ്ലാമിസ്റ്റുകൾ ഇത്തരത്തിലൊരു അസഹിഷ്ണുത കാണിച്ചിട്ടുള്ളത്. നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം പ്രതിഷേധം ശക്തമാകുന്നു. ജമ്മു കശ്മീർ വഖഫ് ബോർഡ് തന്നെ ഈ പ്രവൃത്തിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു അതിക്രമം കാണിച്ച മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സാമുദായിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നുള്ളതാണ് വഖഫ് ബോർഡ് ചെയർപേഴ്സൺ തന്നെ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട്, അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇതൊരു ചെറിയ സംഭവം മാത്രമാണ്. അതായത് അശോക സ്തംഭത്തിന് നേരെ ജമ്മു കാശ്മീരിൽ മുൻപുണ്ടായിരുന്ന സംഭവങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അശോക സ്തംഭത്തിന് നേരെ അതിക്രമം ഉണ്ടായിരുന്നു. അതിനു മുൻപ് ലാൽ ചൗക്കിൽ നമുക്കറിയാം ഭാരതത്തിൻ്റെ പതാകയ്ക്ക് പകരം പാകിസ്ഥാൻ്റെ പതാക പാറിയ കാലമുണ്ടായിരുന്നു. അവിടെ ദേശീയ താല്പര്യങ്ങളെ മറികടന്നുകൊണ്ട് സൈന്യത്തിന് നേരെ അക്രമം നടത്തുന്ന കാഴ്ചകളുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ പതാക കീറിയെറിഞ്ഞിരുന്നു. ഭാരതത്തിനെതിരെ വലിയ യുദ്ധം അവിടെ നടന്നിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കശ്മീരിലെ ജനങ്ങൾ ഭാരതത്തിലെ ഏതൊരു ഭൂപ്രദേശം പോലെയുള്ള ആളുകളെ പോലെ മാറി തുടങ്ങുകയും അവിടെ വികസനം എത്തുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ വികസനം എത്തുന്നു. അത്തരത്തിലൊരു പരിവർത്തനത്തിൻ്റെ പാതയിൽ ജമ്മു കശ്മീർ കടന്നു പോകുമ്പോഴാണ് ആളുകൾക്കിടയിൽ മനഃപൂർവ്വമായ പ്രശ്നമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ ഈ ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നത്തിന് നേരെ, അശോക സ്തംഭത്തിന് നേരെ അതിക്രമം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഇസ്ലാമിൻ്റെ ആചാരങ്ങൾക്കെതിരാണ്, രീതികൾക്കെതിരാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു അതിക്രമം, അസഹിഷ്ണുത ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നത്തോട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കാണിച്ചത്. കൃഷ്ണരാജ്.